മുടി ഭയങ്കര ഫ്രിസ് ആയിട്ട് ഭയങ്കര ഡാമേജ് ആയിട്ട് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഒക്കെ ഭയങ്കര ഫ്രിസ് ആയിട്ട് കിടക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഹെയർ സെറം യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഞാനും ഹെയർ സെറം യൂസ് ചെയ്യുന്ന ആളാണ്. സോ ഞാൻ വെറൈറ്റീസ് ഓഫ് ഹെയർ സെറം ട്രൈ ചെയ്യാറുണ്ട്. റീസെന്റ് ആയിട്ട് ഞാനൊരു ഹെയർ സെറം ട്രൈ ചെയ്തായിരുന്നു. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പൊ ആ ഒരു ഹെയർ സെറത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹെയർ സെറത്തിന്റെ പേര് ട്രസ്മീന്റെ സിൽക്ക് പ്രസ് ഹെയർ സെറത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഹെയർ ഫ്രിസ് ആയിട്ടുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ട്രസ്മീന്റെ സിൽക്ക് പ്രസ് ഹെയർ സിറം. ഇതിന്റെ ഒരു പാക്കേജിങ് ഉണ്ടല്ലോ, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. നമ്മുടെ സാധാ ഒരു ഹെയർ സെറത്തിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നു ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ സെറം ആയിരിക്കും ഇതിന്റെ ഇത് കണ്ടപ്പം. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ല ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഒട്ടും മാനേജബിൾ അല്ലാത്ത ഹെയറിന് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സെറാണ്. ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്. പ്രൊഫഷണൽ ഫിനിഷർ സെറാണ്. നമ്മൾ ഈ പ്രൊഫഷൻസ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ സലൂൺസിലൊക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് ഹെയർ സെറാണ്. പിന്നെ ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഒരു ലൈറ്റ് സ്മെല്ലാണ്. നമുക്ക് അധികം കുത്തൊന്നുമില്ല, നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി 38 ml ആണ് വരുന്നത്. 38 ml ഏകദേശം ഒരു 400-450 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ ആ റേറ്റില് നല്ലൊരു ഹെയർ സെറാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആ ഒരു സ്പ്രേ പോലത്തെ ഒരു സെറല്ല, കണ്ടില്ലേ? ഈ ഒരു ഇങ്ങനെ ഒരു ഡ്രോപ്പർ പോലെയാണ് വരുന്നത്. അപ്പൊ നമുക്കിത് ഒരു എത്രയാണോ നമുക്ക് മുടിക്ക് ആവശ്യമുള്ളത് അത്രയും ഡ്രോപ്പ് ഓഫ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഭയങ്കര വെറ്റ് ഹെയറിലല്ല, ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം വെള്ളം, അല്ലെങ്കിൽ ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മള് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യില്ലേ, സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഫിനിഷിങ്ങില് ഹെയർ കിടക്കും. പിന്നെ ഇത് സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹെയർ ഗ്രോത്ത് കിട്ടുമെന്ന് ചിലവർക്കെങ്കിലും ഉണ്ടാവും ഹെയർ സെറം യൂസ് ചെയ്താൽ. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം നമ്മളിത് റൂട്ടിലേക്ക് അപ്ലൈ ചെയ്യില്ല. റൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല ഹെയർ സെറം ഒന്നും. റൂട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ ഡാമേജ് ഉണ്ടാവും. ഇത് നമ്മള് ആ ഹെയർ ലെങ്ത്തിലേക്കാണ് ഇത് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ചെടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലൊരു ഷൈൻ തരാനും നല്ല മുടി നല്ല സോഫ്റ്റ് ആവാനും നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഹെയർ സെറം. അപ്പോ നിങ്ങൾ ഈ ഹെയർ സെറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, വേറെ നല്ല ഹെയർ സെറംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കമന്റിൽ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.